ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്കറിയോ? ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഗൈസ്, വേറെ ഒന്നുമല്ല, ഇവിടെ നല്ല മഴ പെയ്യാണ്. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നതില്ലേ പ്രൊഫഷണൽ O3+ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ പെഡി ബ്രൈറ്റ് ഫീറ്റ് മാസ്ക് ആണ്. കണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇതൊരു സോക്സ് ടൈപ്പാണ് കേട്ടോ വരുന്നത്, 2 സോക്സ് പോലെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സോക്സ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കാലുകൾക്ക് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ്. പിന്നെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഡെഡ് സെല്ലൊക്കെ പീൽ ചെയ്ത് പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഇൻസ്റ്റൻ്റ്ലി സോഫ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ ഡീപ്ലി മോയ്സ്ചർ ആയിട്ടുള്ളതുമായിട്ടുള്ള നല്ല ഇലാസ്റ്റിസിറ്റി ഒക്കെയുള്ള എൻഹാൻസ് ആയിട്ടുള്ള ക്രാക്ഡ് ഹീൽസ് ഒന്നും ഇല്ലാത്ത നല്ല സൂത്തനായിട്ടുള്ള ഫൂട്ട് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. നല്ലൊരു ഫീറ്റ് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഇതൊരു ഡീറ്റാൻ എന്താ പറയുക സൊല്യൂഷനും കൂടിയാണ് നമുക്ക്. അപ്പോൾ കാല് നന്നായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുക. ഹെയറിലും ബോഡിയിലും ഫേസിലൊക്കെ ചെയ്യുന്നതല്ല, കാലുകൾ അത്ര അങ്ങോട്ടേക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ടോ വെച്ചാൽ ഉണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ വീഡിയോ ചെയ്യാറില്ല. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കാലിൻ്റെ ഡീറ്റാനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും ഈ ക്രാക്ഡ് ഹീൽസൊക്കെ മാറാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. കണ്ടോ, ഈ ഒരു വൈറ്റ് കളറിൽ പോലെയാണ് കിട്ടുന്നത്. ഇത് കംപ്ലീറ്റ്ലി കുതിർന്നിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതായത് ആ ഒരു സൊല്യൂഷൻ ഇല്ലേ, നമ്മുടെ ഡീറ്റാൻ സൊല്യൂഷൻ, ആ ഒരു സംഭവത്തിൽ കുതിർന്നിട്ടാണ് വരുന്നത്. നമ്മൾ ഫേസ് മാസ്കൊക്കെ ഇടുമല്ലോ, വാങ്ങിക്കലില്ലേ, അതേപോലെ തന്നെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2 പീസായിട്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സോക്സ് ടൈപ്പാണ് എന്നുള്ളത്. അപ്പോൾ 2 പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ച് വെച്ചിട്ടുള്ള കാലിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാൻ അതിൻ്റെ ഉള്ളിൽ വേറൊരു ലെയർ, ഒരു കവറും കൂടി വരുന്നുണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ ഒരു കവറും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് കാല് നന്നായിട്ട് ഇറക്കി വെക്കേണ്ടത്. മനസ്സിലായോ? എന്നിട്ട് നമുക്ക് ഈ ഒരു O3+ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എഴുതി കാണുന്നില്ലേ, അത് നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് ഒട്ടിച്ച് വെക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ കാലിങ്ങനെ നന്നായിട്ട് തന്നെ ആ ഒരു മിക്സിലേക്ക് ആക്കുക. എന്നിട്ട് കാലിൻ്റെ മേലേക്ക് നന്നായിട്ട്, കാലിൻ്റെ അടിഭാഗത്തും മേലെ വിരലിൻ്റെ അവിടേക്കൊക്കെ നന്നായിട്ട് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ മൊത്തത്തിൽ. കാരണം ഈ ഒരു മിക്സ് ഈ പാക്കിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ആയിട്ടാണ് ഉണ്ടാവുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കാലിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. കണ്ടോ, നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു O3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കറാണത്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാലിൻ്റെ അനുസരിച്ചിട്ട് നല്ല അത്യാവശ്യം എത്ര ടൈറ്റ് വേണോ അതേപോലെ ഒട്ടിച്ചിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് നമുക്കിത് കാലിൽ വെക്കണം. മാക്സിമം ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ആ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞതിന് ശേഷം നമുക്ക് കാലിൽ അത് നന്നായിട്ട് തന്നെ ടൈറ്റൻ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് 2 കാലും ഇതേപോലെ തന്നെ സെറ്റാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുക. ഇത് വന്നിട്ട് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തത് നന്നായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് പറ്റിയിട്ടില്ലെങ്കിലോ, അത് വിചാരിച്ചിട്ടാണ് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ല എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇത് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ പേഴ്സണും ഓരോ പോലെയാണ്. ചിലർക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, എന്നിട്ട് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത കാലിലേക്കുള്ളതും കൂടി ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു മിക്സ് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഞെക്കി എല്ലാ ഭാഗത്തേക്കും ഞാൻ എത്തിക്കുകയാണ്. അതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ റിസൾട്ട് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് കിട്ടുകയെന്ന് പ്രത്യേകം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ കണ്ണിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ഇൻ കേസ് കണ്ണിലെങ്ങാനും ആയിട്ടുണ്ടെങ്കിൽ കണ്ണ് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകാനും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എക്സ്റ്റേണൽ യൂസ് ഓൺലി ആണ്.
അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. എനിക്ക് വില കുറവിനാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അക്വ, യൂറിയ, ഷിയ ബട്ടർ, ഗ്ലിസറിൻ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. നല്ല മണമാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. നല്ല അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കാലിൽ വിട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മേലൊരു സോക്സും കൂടി ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് നമുക്കിങ്ങനെ വെച്ചതിന് ശേഷം കാല് നന്നായിട്ടൊരു മസാജൊക്കെ കൊടുത്തതിന് ശേഷം എന്താ പറയുക, നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ. ഈ സോക്സ് റിമൂവ് ചെയ്യുക, എന്നിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും കാലിൽ സോക്സൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇതെങ്ങനെ കാണിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഇരുന്നുണ്ട്. കാല് നിങ്ങൾക്ക് കാണണ്ടേ, ഞാൻ ഇട്ടത് സോക്സൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാല് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ പൊക്കി കാണിച്ചു തരുന്നത്. ഓക്കെ, എന്തായാലും അപ്പം നമുക്ക് ഈ ഒരു സംഭവം അടിപൊളിയാണ്. ഞാൻ കാലിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയി കിടക്കുന്നുണ്ട് കേട്ടോ. അത് വേണേൽ നമുക്ക് കാലിൻ്റെ മേലേക്ക് തേക്കാം. അപ്പോൾ നമുക്ക് കാലിലുള്ള ബ്ലാക്ക് കളറിലെ സോക്സ് അഴിച്ച് മാറ്റിയതിന് ശേഷം കാലിലുള്ള ഈ ഒരു ഫീറ്റിൻ്റെ മാസ്ക് നമുക്ക് അഴിച്ച് മാറ്റാം കേട്ടോ. അഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാല് നന്നായിട്ട് തന്നെ കുതിർന്ന് കിടക്കുകയാണ് ആ ഒരു മാസ്കിൻ്റെ ആ ഒരു സൊല്യൂഷൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ ആ കവറിൻ്റെ അകത്തുള്ള ആ ഒരു എന്താ പറയുക ക്രീമും കൂടി ജസ്റ്റ് ഒന്ന് കാലിൻ്റെ മേലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കാല് ചെറുതായിട്ട് ആ ഡീറ്റാനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റേ കാലിലേതും കൂടെ അഴിച്ചിട്ട് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി. ഓക്കെ, അപ്പോൾ കാലിൻ്റെ അടിഭാഗത്തും വിരലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ പോയിട്ട് കഴുകി കളയാവുന്നതാണ്. ഓക്കെ, കണ്ടോ, അപ്പോൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാലൊക്കെ കഴുകിയിട്ട് ഇനി എന്താണ് അവസ്ഥ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കൈ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം. എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നത് നെയിൽസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ലൊരു ഗ്ലോ ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാലൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കാല് നന്നായിട്ട് ക്ലീൻ ആക്കി വരുന്നുണ്ട്. ഇനി നമുക്ക് നാളെ എന്താണ് അവസ്ഥ എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. പകൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കാലിൻ്റെ ഇതെങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും ആ പഴയ സോക്സ് തന്നെ എടുത്ത് ഇടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നാളെ എന്താണ് നമ്മുടെ കാലിൻ്റെ അവസ്ഥ എന്നൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. കാല് നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട്, നെയിൽസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി വീഡിയോ ആണ് എന്നുള്ളത്. കാല് തുടക്കത്തിൽ നമുക്ക് ഇതേപോലെ കെയർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.